സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ജീവിതത്തിലെ കളങ്കം മീരയും പ്രീതിയും ഒരിക്കലും അറിയരുത്. ശരി, അവരറിയരുതെന്നാണെങ്കിൽ വേണ്ട. ഞാൻ അവരോടൊന്നും പറയുന്നില്ല. തീർന്നില്ലേ പ്രശ്നം? പക്ഷെ ഇക്കാര്യം ഞാൻ പുറത്ത് പറയാതിരിക്കണമെങ്കിൽ നീ തിരിച്ചൊരു ഉപകാരം എനിക്ക് ചെയ്യാം. പറഞ്ഞോ, നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം. എന്നെ ഈ വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റാൻ മീര എടുത്ത തീരുമാനം നീ ഇടപെട്ട് തിരുത്തണം. നിന്നെ ഈ വീട്ടിൽ നിന്ന് പറിച്ചു മാറ്റാനോ? എങ്ങോട്ട്? അധികം അഭിനയൊന്നും വേണ്ട യമുന. നിന്റെയും കൂടി അനുവാദത്തോടെയാ മീര അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അയ്യോ, സത്യമായിട്ടും അല്ല. ഇങ്ങനൊരു കാര്യം മീര തീരുമാനിച്ചിട്ടുണ്ടെന്ന് പോലും നീ ഇപ്പൊ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നെ വിശ്വസിക്ക് രാജേശ്വരി. പിന്നെ ഞാനല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഞാൻ എങ്ങനെ ചെയ്തത് കാദംബരി അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കോർത്തിട്ട, രാധികച്ചയോട് എനിക്കുള്ള കടപ്പാടോർത്തിട്ട. ഞാൻ ഒരിക്കലും നിന്നെ... ശരി ശരി, മതിയാക്ക്. തീരുമാനം ആരുടേതായാലും അത് നടക്കാൻ പാടില്ല. അത്രയുള്ളൂ എനിക്ക്. എന്നെ ഇവിടുന്ന് മാറ്റി മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനുള്ള ശ്രമം വിജയിക്കാൻ പാടില്ല യമുനെ. പിന്നെ ഒരു കാര്യം കൂടി, ഇനി മുതൽ മീര നിന്നെ ചിറ്റമ്മേന്ന് വിളിച്ചാ മതി. ആ നാവീന്ന് അമ്മ എന്നൊരു വാക്ക് ഉതിരുന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി മാത്രമായിരിക്കണം. ഇതൊന്നും ഞാനായിട്ട് മീരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്ന കാര്യങ്ങളല്ലല്ലോ രാജേശ്വരി. അവളോട് ഞാൻ പറഞ്ഞു നോക്കാം. അത്രയ്ക്കല്ലേ എന്നെ കൊണ്ടാവൂ. അപ്പോ നേരത്തെ പറഞ്ഞതൊക്കെ നീ മറന്നോ? ഇപ്പോ നീ എന്റെ ചരട് വലിക്കൊത്തു തുള്ളുന്ന ഒരു പാവ മാത്രം. ഞാൻ പറയുന്നത് എന്തും നീ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും നടപ്പിലാവണ യമുന. അത് നിന്റെ ഉത്തരവാദിത്വ. നാളെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവേണ്ടി വരരുത്. വന്നാൽ മീര നിന്നെ അമ്മയെന്ന് വിളിക്കരുത്. വിളിച്ചാൽ എനിക്ക് പലതും പലരോടും പറയേണ്ടി വരും. എല്ലാവരും അറിയും. എന്നെ കൊണ്ട് നീ അത് ചെയ്യിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. പോട്ടെ. മോളെ, അമ്മ എവിടെ പോയി? അമ്മ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. എങ്ങനെയുണ്ട് അച്ഛാ കോഫി? സൂപ്പർ. ഞാനുണ്ടാക്കിയതാ. അഭിപ്രായം കേട്ടിട്ട് പറയാന്ന് വെച്ചു. അതാ ഞാൻ വെയിറ്റ് ചെയ്തേ. അമ്പടി കേമി. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. സർ, സ്വീറ്റ്സ്. കോഫി കുടിക്കുന്നല്ലേ ഉള്ളൂ. അല്ല, എന്താ വിശേഷം? ബർത്ത്ഡേ ആണോ? അയ്യോ അല്ല സർ, ഇത് വേറൊരു ഗുഡ് ന്യൂസിന്റെ സ്വീറ്റ്സാ. എന്ത് ഗുഡ് ന്യൂസ്? സാറ് ഒത്തിരി നാളെ കാത്തിരിക്കുന്ന ഒരു സംഭവം ഒടുവിൽ നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാ ഞാൻ ഈ സ്വീറ്റ്സ് കൊണ്ടുവന്നേ. അതെന്താ സംഭവം? രാജേശ്വരി ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങാണ് സർ. ശരിക്കും? അതേന്നെ, തനിച്ചൊരു വാടക വീട്ടിലേക്ക് അവരിന്ന് താമസം മാറുക. അങ്ങനെയാണെങ്കിലേ ഈ സ്വീറ്റ്സ് ഒന്ന് കഴിച്ചിട്ട് തന്നെ കാര്യം. I am really appreciate your effort, Gautam.
ഇത്ര പെട്ടെന്ന് ഈ കാര്യം നടത്തിയെടുക്കാൻ നിനക്ക് കഴിയുമെന്ന് ഞാനൊട്ടും കരുതിയില്ല. ആ താങ്ക് യു സർ. പക്ഷേ ഈ കാര്യം നടപ്പിലാക്കി എടുത്തത് ഞാനല്ല, പിന്നെ മീരയാണ്. ഇന്നലെ സാറ് കണ്ണു നിറഞ്ഞും മനപ്രയാസപ്പെട്ടും സംസാരിക്കുന്നത് മീര കേട്ടു. മറ്റാരെക്കുറിച്ചും ചിന്തിക്കാതെ അയാൾ അപ്പോ തന്നെ അവരിവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന കാര്യത്തില് ഡിസിഷൻ എടുക്കുകയും ചെയ്തു. അമ്മ വെറുതെ ഈ സങ്കടപ്പെടുന്നത്. ഞാൻ അമ്മയ്ക്ക് വേണ്ടി കണ്ടെത്തിയ വീട് കാണുമ്പോ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടാവും. ഇവിടത്തെ പോലെ തന്നെ വലിയ മുറികളും ഇഷ്ടം പോലെ കാറ്റും അവിടെ വെളിച്ചവും. എന്റെ കൂടെ നീ ഇല്ലല്ലോ മോളെ. നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏത് നരകത്തിൽ പോയാലും അതെനിക്ക് സ്വർഗം തന്നെയായിരിക്കും. അമ്മ പോകുന്നത് ഒത്തിരി ദൂരെയൊന്നും അല്ല. എന്താവശ്യമുണ്ടെങ്കിലും എനിക്കൊരു 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ദാ കൊള്ളാം, ഇത് ഞാൻ നിനക്ക് തന്നതല്ലേ? നീ ഇത് എനിക്ക് തന്നെ തിരിച്ചു തരികയാണോ? കാരണം ഇപ്പൊ അമ്മയല്ലേ ഒറ്റയ്ക്കൊരു വീട്ടിലേക്ക് പോവാൻ പോകുന്നത്. ഇതിലാവുമ്പോ എല്ലാരും ഉണ്ടല്ലോ. മുത്തശ്ശിയും അമ്മയും പിന്നെ നമ്മള് രണ്ടുപേരും. ദാ ഇതിന് അമ്മയ്ക്ക് ആവശ്യം ഒരു ധൈര്യത്തിന്. അല്ല, ഈ ചിത്രങ്ങളെല്ലാം ഇതിനേക്കാളും ആഴത്തിൽ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് മോളെ. ഇത് മോളുടെ കൈ തന്നെ ഇരുന്നാ മതി. ഞാൻ കൂടി പടിയിറങ്ങിക്കഴിഞ്ഞ ഈ വീട്ടിൽ താമസിക്കുന്ന നിനക്ക് ധൈര്യത്തിന് കൂടുതൽ ആവശ്യം. സത്യം പറഞ്ഞ എത്രയോ നാള് കൂടിയാ ഇപ്പോഴാ മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടി. അത് ശരിയാ. വല്ലാത്തൊരു ശ്വാസം മുട്ടലും സ്വാതന്ത്ര്യക്കുറവൊക്കെ ആയിരുന്നു ഈ വീട്ടിൽ. നമ്മുടെ സ്വന്തം വീട്ടിലെ കയറില്ലാതെ കെട്ടിയിടുകയായിരുന്നു അവര് നമ്മളെ. ഏത് കാർമേഘവും പെയ്തൊഴിഞ്ഞല്ലേ പറ്റൂ സർ. അല്ല ഗൗതം, ഒരു പ്രശ്നത്തിന് നിൽക്കാതെ അവര് പോവാൻ സമ്മതിച്ചോ? മീര പറഞ്ഞാ പിന്നെ അവരെങ്ങനെ എതിർക്കാനാ പ്രീതി? എന്നാ ഇറങ്ങാം അമ്മേ. നിനക്കെന്താ എത്ര ധൃതി? എന്നെ കൊണ്ട് കളയാൻ അത്ര തിടുക്കായോ? ഞാൻ ഇന്നലെ അത്രയും പറഞ്ഞു മനസ്സിലാക്കിയിട്ടും ഇങ്ങനെയൊക്കെയാണോ അമ്മ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഏയ്, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞേ ഉള്ളൂ. പുതിയ വീട്ടില് പാല് കാച്ചുന്ന നേരം നോക്കിയിട്ടുണ്ടമ്മേ, അതാ ഞാൻ തിടുക്കം കൂട്ടുന്നത്. നിന്റെ അച്ഛനോടുള്ള സ്നേഹം മൂത്തിട്ട നീ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. നിന്റെ ശ്രമങ്ങളൊന്നും വിജയം കാണാൻ പോകുന്നില്ല മീര. എന്താ അമ്മേ, എന്താ അമ്മ ആലോചിക്കുന്നത്? ഞാൻ പോയാ ഇവിടുത്തെ നിന്റെ കാര്യങ്ങളൊക്കെ എന്താവൂന്ന് ഓർത്ത് നിന്നതാ ഞാൻ. വാ, പാല് കാച്ചാനുള്ള നേരം തെറ്റണ്ട. പോവാ. രാജേഷിന്റെ ചിറ്റ നമ്മുടെ വീട് വിട്ട് കെട്ടും കെട്ടി പോകുന്ന കാഴ്ച നമുക്കൊന്ന് കാണണ്ടേ അച്ഛാ? പിന്നെ കാണണ്ടേ? അതൊരു പ്രഷ്യസ് മൊമെന്റ് അല്ലേ, മിസ്സാക്കാൻ പറ്റൂ? ഓക്കെ കമോൺ. ആ
നിങ്ങളെങ്ങോട്ടാ ബാഗൊക്കെ ആയിട്ട്? രാജേശ്വരമ്മ പോവോ അച്ഛമ്മേ? നാട്ടിൽ പോവാണോ? എന്നിട്ടൊന്നും പറഞ്ഞില്ലല്ലോ രാജി. അല്ല, നാട്ടിലേക്കൊന്നും അല്ലമ്മേ. മീരമോള് എന്നെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാ. എങ്ങോട്ട്? എനിക്ക് തനിച്ച് താമസിക്കാൻ ഒരു വീട് ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവള്. ഞാൻ അങ്ങോട്ട് പോവാ. അത് നന്നായേ ഉള്ളൂ രാജേശ്വരി. ഇത്രയും കാലം പാർവതിപുരത്ത് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച നിനക്ക് അത് തന്നെയാവും സൗകര്യം. ദേവേട്ട, ഞാൻ ഇറങ്ങാ. ഞാൻ കാരണം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ പൊറുക്കണം. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാൻ പറഞ്ഞതും ചെയ്തതും ഒക്കെ എന്റെ മീരമോൾക്ക് വേണ്ടിയായിരുന്നു. അല്ലാതെ ആരെയും ദ്രോഹിക്കണമെന്നോ സ്വൈര്യം കെടുത്തണമെന്നോ എനിക്ക്. അതൊന്നും സാരമില്ല രാജേശ്വരി. ഇപ്പോഴെങ്കിലും ശരിയായ ഒരു തീരുമാനം എടുക്കാൻ നിനക്ക് കഴിഞ്ഞല്ലോ. മോളെ, ചിറ്റിയോട് ഇനി ദേഷ്യമൊന്നും വേണ്ട കേട്ടോ. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ. അമ്മേ, ഇനി ഈ വീട്ടില് മീരയുടെ കാര്യങ്ങളെല്ലാം എന്റെ സ്ഥാനത്ത് നിന്ന് അമ്മ നോക്കണം. ഇവളെ ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. അതൊക്കെ നീ പറഞ്ഞിട്ട് വേണം രാജേശ്വരി. നീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവളെ നോക്കി വളർത്തിയത് ഞങ്ങള് തന്നെയല്ലേ? ചിറ്റ പോയാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടന്നു പോയിക്കോളും. പുതിയ വീട്ടില് ഇനി ചിറ്റയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അറിയിച്ചാ മതി. ഞങ്ങൾ എല്ലാരും കൂടി ഓടി എത്തിക്കോളാം, അല്ലേ അച്ഛാ? ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് നേരം കളയണ്ട. ചിറ്റ ഇറങ്ങാൻ നോക്ക്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. ഏതായാലും പുതിയ വീട്ടിലേക്ക് ചെന്ന് കയറാൻ നേരവും മുഹൂർത്തമൊക്കെ നോക്കിക്കാണില്ലേ? അത് തെറ്റുണ്ടല്ലോ എന്ന് വെച്ച് പറഞ്ഞതാ. ഞാൻ പടിയിറങ്ങി പോകുന്നത് കാണാനുള്ള നിന്റെയൊക്കെ കാത്തിരിപ്പ് വെറുതെയാണിടി. അത്ര എളുപ്പമൊന്നും രാജേശ്വരിയെ ഒഴിവാക്കാനാവില്ല. എന്റെ പകയടങ്ങണമെങ്കിൽ ഈ കുടുംബം തകരണം. അതിനു മുൻപ് ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല. അമ്മേ, പ്രീതി പറഞ്ഞത് ശരിയാ. 10:30 മുമ്പ് നമുക്ക് അവിടെ ചെന്ന് കയറണം. പാല് കാച്ചുകയും വേണം. അമ്മ വാ, നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. പക്ഷേ എല്ലാവരും എന്നെ യാത്രയാക്കാൻ വന്നു. ഗൃഹനാഥയെ കണ്ടില്ലല്ലോ. യമുന എവിടെ? യമുനയോട് യാത്ര പറയാതെ പോയാ അത് വലിയ മര്യാദകേടായി പോവും. എന്നെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതും ഇവിടെ കൂടെ താമസിപ്പിച്ചതും അവളല്ലേ ദേവേട്ട? അത് മറ്റാര് മറന്നാലും ഞാൻ മറക്കാൻ പാടില്ലല്ലോ. അമ്മേ, ഒന്ന് വേഗം വാ അമ്മേ. ചിറ്റ പോവാൻ നിക്കുവാ. അമ്മയെ കണ്ട് യാത്ര പറയാൻ കാത്തു നിക്കുവാ. രാജേശ്വരി എവിടെ പോന്നു? ഇന്നു മുതൽ ഞാനൊരു വാടക വീട്ടിലേക്ക്. വാടക വീട്ടിലേക്കോ? ആരോട് ചോദിച്ചിട്ട്? അത് മീരമോൾ എനിക്ക് വേണ്ടി ഒരു വീടൊക്കെ കണ്ടെത്തി എല്ലാം ഏർപ്പാടാക്കി വെച്ചിരിക്കുക യമുനെ. ഇവിടെ ഇത്രയും വലിയൊരു വീടുള്ളപ്പോ അതിന്റെ ആവശ്യം എന്താ മീര? അമ്മ, അത് പിന്നെ അച്ഛന്റെ സന്തോഷ സമാധാനം ഓർത്താ ഞാൻ. അതൊക്കെ ഓർക്കാനും നോക്കാനും ഒക്കെ ഞാനിവിടെ ഉണ്ട് മീര. അതുകൊണ്ട് അധികം ഭാരപ്പെട്ട കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട.
രാജേശ്വരി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. യമുന വേണ്ട. മീരമോൾ എന്നോടൊരു കാര്യം പറഞ്ഞ അത് ചെയ്തു കൊടുക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. ഏതായാലും ഞാൻ ഇറങ്ങിയതല്ലേ, ഇനി നീയായിട്ടൊരു തടസ്സം പറയണ്ട. ഞാൻ ഇറങ്ങുവാ. ഇല്ല, രാജേശ്വരി ഇവിടുന്ന് പോകാൻ പറ്റില്ല. യമുന, ഇവളെ ഇവിടേക്ക് വിളിച്ചോണ്ട് വന്നത് ഞാനാണെങ്കിൽ എന്നോട് ചോദിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മീരയ്ക്ക് എങ്ങനെ പറ്റും? നീ എന്താ എന്നെക്കാളും വലിയ ആളായിപ്പോയോ മീര? അമ്മേ, ഞാൻ ഒട്ടും മോശപ്പെട്ടൊരു വീട്ടിലേക്കല്ല രാജേശ്വരി അമ്മയെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ ഭംഗിയുള്ള നല്ലൊരു വീട്ടിലേക്കാ. ആ വീട് രാജേശ്വരി അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടാവും, എനിക്ക് ഉറപ്പാ. പറ്റില്ല. അങ്ങനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാനല്ല ഞാൻ രാജേശ്വരിയെ നാട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ എവിടെയുണ്ടോ അവിടെ എന്റെ കൂടെ രാജേശ്വരി ഉണ്ടാവും. ഉണ്ടായേ പറ്റൂ. രാജേശ്വരി ചിറ്റയ്ക്ക് ചിലപ്പോ അതാണ് ഇഷ്ടമെങ്കിലോ? അതുകൊണ്ടാവും പോകാന്ന് സമ്മതിച്ചത്. അതൊന്ന് ആലോചിക്കുക യമുന മാഡം. നീ മിണ്ടിപ്പോവരുത്. നിനക്ക് കയറി അഭിപ്രായം പറയാൻ ഇത് നിന്റെ ബോസിന്റെ ഓഫീസ് കാര്യമല്ല, രാജേശ്വരിയുടെ കാര്യമാ. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ മീര? ആ ബാഗ് എടുത്ത് അകത്ത് കൊണ്ടുപോവാൻ. രാജേശ്വരി, അകത്ത് പോ. യമുന, രാജേശ്വരി ഒഴിഞ്ഞു പോകാൻ നിൽക്കുമ്പോ നീ എന്തിനാ തടയുന്നേ? എന്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനത്താ ഞാൻ ഇവളെ കാണുന്നത്. അതുകൊണ്ട് ഇത്രയും നാൾ ഇവിടെ വീട്ടിൽ നിന്നിട്ട് നിനക്ക് മതിയായില്ലേ? അനുഭവിച്ചു വന്നുകൊണ്ട് നീ പഠിച്ചില്ലേ യമുനെ? ചില ആളുകൾ തമ്മിൽ ചേരില്ല മോളെ. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല. ചില നാളും നക്ഷത്രങ്ങളും അങ്ങനെയാ. കേട്ടില്ല അമ്മ പറഞ്ഞേ? അങ്ങനെയുള്ളവർ അകന്നു തന്നെ കഴിയണമെന്നെ. അതാ ഇരുകൂട്ടർക്ക് നല്ലത്. അക്കാര്യം തിരിച്ചറിയാനുള്ള മനസ്സ് രാജേശ്വരിക്കുണ്ടായി. അപ്പൊ പിന്നെ നീ തടസ്സം നിൽക്കാൻ നോക്കുന്ന എന്തിനാ? ഞാൻ തടസ്സം പറയും ദേവേട്ട. പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. ഈ വീട്ടിൽ രാജേശ്വരിക്ക് ഇടവില്ലെങ്കിൽ എനിക്കിവിടെ താമസിക്കണം. ഇവളുടെ കൂടെ ഞാനും ഈ വീട് വിട്ടിറങ്ങും. എന്നെ ദേവേട്ടൻ തടയാൻ നോക്കരുത്. നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നിനക്ക് ഞാനാണോ വലുത് അതോ ഇവളോ? കൂടപ്പിറപ്പായി കണ്ട് കൂടെ വിളിച്ചോണ്ട് വന്നതാണ് ഇവളെ. അങ്ങനെ പടി ഇറക്കി വിടാൻ പറ്റില്ല എനിക്ക്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് ദേവേട്ടൻ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. യമുനെ, രാജേശ്വരി തീരുമാനിച്ചു നടക്കട്ടെ. അവളെ തടയണ്ട. ഞാനാ പറയുന്നേ. ഞാൻ തീരുമാനിച്ചതേ നടക്കൂ. രാജേശ്വരി ഈ പടി ഇറങ്ങിയാൽ ഒപ്പം ഞാനും ഇറങ്ങും. തർക്കുത്തരം പറയുന്നു. നീ പറയുന്ന അനുസരിച്ചാ മതി. പറ്റില്ല. ഈ വിഷയത്തിൽ ദേവേട്ടനെ അനുസരിക്കാൻ പറ്റില്ല എനിക്ക്. യമുന! ദേവാ, അല്ലായിരുന്നില്ല ദേവേട്ട. എന്തിനാ നിർത്തിക്കളഞ്ഞത്? ദേവേട്ടൻ ഇനി എന്നെ തല്ലിയാലും കൊന്നാലും ശരി, എന്റെ തീരുമാനത്തിന് മാറ്റമില്ല ദേവേട്ട. നീ എന്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം രാജേശ്വരി. യമുന,
സോറി. രാജേശ്വരി അമ്മ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കുന്ന കാര്യത്തില് അമ്മയോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ തീരുമാനമെടുത്തത് വലിയ തെറ്റ് തന്നെയാ. അത് കാരണം അച്ഛൻ അമ്മയുടെ നേരെ കൈ ഓങ്ങുന്നവരെ കാര്യങ്ങൾ എത്തി. എല്ലാം ഞാൻ കാരണം. എന്റെ തെറ്റ. അമ്മ എനിക്ക് മാപ്പ് തരണം. ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ അമ്മ. എന്നോട് എന്തെങ്കിലും ഒന്ന് പറയാമ്മേ. അമ്മയോ? ആരാ നിന്റെ അമ്മ? അമ്മേ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ദേഷ്യം കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. എന്റെ അടുത്തുനിന്ന് പറ്റിപ്പോയ തെറ്റിന് ഞാൻ മാപ്പ് പറഞ്ഞില്ലേ അമ്മ? ഇനിയെങ്കിലും ദേഷ്യം കളയമ്മേ, പ്ലീസ്. എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങനെ പരിധി വിട്ട് ദേഷ്യപ്പെടാനും സ്നേഹിക്കാനും ഒക്കെയുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ മീര. ഇങ്ങനൊക്കെ പറയല്ലേ അമ്മ. എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഞാൻ പറയുന്നത് കേട്ട് സങ്കടപ്പെടാൻ ഞാൻ നിന്റെ ആരാ? അമ്മ, എന്റെ അമ്മ. അല്ല, ചിറ്റമ്മ. ഞാൻ നിന്റെ ചിറ്റമ്മ മാത്രമാണ്.